സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരും ലോക്ഭവനും തമ്മിൽ വാക്പോര്. വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന ഉത്തരവിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി ലോക്ഭവൻ. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് വന്ദേമാതരം പാടണമെന്ന ഉത്തരവിറക്കിയതെന്ന മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിലപാടിനെയാണ് ലോക്ഭവൻ പൂർണ്ണമായും തള്ളിയത്. അതിനിടെ ഓഗസ്റ്റ് 4-ന് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ വന്ദേഭാരതത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന് വ്യക്തമായി. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി പിന്നീട് ഉത്തരവിറക്കുകയായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം തദ്ദേശ തലത്തിൽ പാലിക്കണമെന്ന കാര്യത്തിൽ ഇന്നും മന്ത്രിമാരും വ്യക്തത വരുത്തിയിട്ടില്ല. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് വ്യത്യസ്ത പ്രതികരണങ്ങളെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേഭാരതം സംബന്ധിച്ച് വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ വന്നൊരു സംഗതി. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന് പിന്നിൽ ഗവർണർ അല്ലെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ലോക്ഭവന്റെ വിശദീകരണം. അതിനിടെ സ്വാതന്ത്ര്യദിനം എങ്ങനെ ആഘോഷിക്കണമെന്ന് സർക്കാരിന്റെ ആദ്യ കത്ത് പുറത്തു വന്നതോടെ വിവാദങ്ങളും ദുരൂഹതയും ഇരട്ടിയാക്കുകയാണ്. സംസ്ഥാന തലം തൊട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വരെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ട വിധം വിശദീകരിച്ച് പൊതുഭരണ പ്രോട്ടോകോൾ വിഭാഗം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓഗസ്റ്റ് 4-നാണ്. 9 മണിക്ക് പതാക ഉയർത്തലും ദേശീയഗാന ആലാപനവും വിവിധ സേനകളുടെ പരേഡും സംഘടിപ്പിക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. വന്ദേമാതരത്തെക്കുറിച്ച് എവിടെയും ഒരു പരാമർശവുമില്ല. ഉത്തരവിന്റെ പകർപ്പ് ഉദ്യോഗസ്ഥ മേധാവിമാർക്ക് എല്ലാം കൈമാറണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതായത് സർക്കാരിന്റെ ഉത്തരവ് ചീഫ് സെക്രട്ടറിക്കും ലഭിച്ചിരുന്നുവെന്ന് വ്യക്തം. ഇതിന് പിന്നാലെ ഓഗസ്റ്റ് 6-ന് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിലാണ് വന്ദേമാതരം നിർബന്ധമായും ആലപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശം നിലവിലുണ്ടായിട്ടും അത് മറികടന്നാണ് നയപരമായി സ്വീകരിക്കേണ്ട വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം നടപ്പാക്കുമോ എന്നതിൽ ഇന്നും സർക്കാർ തലത്തിൽ വ്യക്തതയില്ല. ഞങ്ങൾ ആലപിക്കില്ല എന്ന് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. ലോക്ഭവന്റെ നിർദ്ദേശം അപ്പാടെ നടപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം ഞെട്ടിക്കുന്നതാണെന്ന് CPIM പ്രതികരിച്ചു. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യം കൂടിയാണ്. ആ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് പൂർണ്ണമായ അധികാരം. നേരത്തെ ഗവർണർ സെക്രട്ടറിമാരെ വിളിച്ചാലും അവർക്ക് നിർദ്ദേശം നൽകിയാലും സർക്കാരിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാറുള്ളൂ. ഇവിടെ അത്തരത്തിൽ യാതൊന്നുമില്ല. നേരെ ഗവർണർ പറയുന്നത് അപ്പടി തന്നെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അയക്കാം എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കമെന്നുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളും ഓഫീസുകളും വന്ദേമാതരം നിർബന്ധമായും മുഴുവൻ ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ കത്ത്. സംസ്ഥാന തലത്ത് നിലപാടെടുക്കാമെങ്കിലും താഴെത്തട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം എങ്ങനെ നടപ്പാക്കുമെന്നാണ് അറിയാനുള്ളത്. രാജ്ഭവന്റെ വിശദീകരണം കൂടി വന്നതോടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന നിർദ്ദേശത്തിന് പിന്നിൽ ആരാണെന്ന ചർച്ചകളും വിവാദങ്ങളും മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.